എത്ര ആൾക്കാർ നല്ലത് ചെയ്താലും അത് കളയാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഒരുത്തം വിചാരിച്ചാൽ മതി. ഇന്ന് ഞാൻ അതുപോലെ കണ്ടു, അങ്ങനെ തന്നെ അവനെ പറയണം. താങ്ക്സ്. പശു വരണ്ട അവിടുന്ന്. ഗൈസ്, അങ്ങനെ ആ ലോറി ചേട്ടൻ നമുക്ക് ലിഫ്റ്റ് വന്നുകൊണ്ട് ഞങ്ങൾ അധികം ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ എത്തി. പോണ്ടിച്ചേരിയിലേക്ക് മിക്കവാറും ഇങ്ങനെ വല്ലതും അടിച്ചിട്ട് പോകേണ്ടി വരും. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ പോകുന്നത് ഇത്ര വരെ കുറച്ചിട്ടില്ല, നമ്മൾ പോകാൻ വിഷമത്തിൽ കുറക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയെങ്കിലും ടൗണിൽ, പോണ്ടിച്ചേരി ടൗണിലെത്തണം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇന്നലെ പോയ സ്ഥലത്തു നിന്നാണ് ബസ് ഉണ്ടാവാൻ ചാൻസ്, അല്ലെങ്കിൽ മെയിൻ റോഡ് എങ്ങനെയും പിടിക്കണം. ഇതുവരെ ആ ചെറിയ ബാഗായിട്ട് ആൾക്കാർ ലിഫ്റ്റൊക്കെ തന്നു, ബട്ട് ഈ ബാഗിന് ലിഫ്റ്റ് വരുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഞങ്ങൾ പുതുച്ചേരി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരു നാടിൻ്റെ എത്ര ആൾക്കാർ നല്ലത് ചെയ്താലും അത് കളയാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഒരുത്തം വിചാരിച്ചാൽ മതി. ഇന്ന് ഞാൻ അതുപോലെ കണ്ടു, അങ്ങനെ തന്നെ അവനെ പറയണം. ഞാൻ മര്യാദക്ക് ഞങ്ങൾ ഫുള്ള് ലിഫ്റ്റ് അടിച്ചതാണ്. എത്ര സപ്പോർട്ട് വേണം ഒരാൾക്കാർ. അവർ ലിഫ്റ്റ് വരുന്നു, പോണ്ടിച്ചേരി ടൗൺ വരെ വന്നു, അജന്ത സിഗ്നൽ വരെ വന്നു. അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 1.2 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നടക്കാൻ തീരുമാനിച്ചു. ലിഫ്റ്റും ചോദിക്കുന്നുണ്ട്, ഷെയർ ഓട്ടോ ഉണ്ടെങ്കിൽ അതും കൈ കാണിക്കുന്നത്, പക്ഷെ ഫുള്ളായിരുന്നു അല്ല. അപ്പോൾ ഓട്ടോ സ്റ്റാൻഡ് അടുത്തെത്തി. അപ്പം ഒരു ഓട്ടോ സ്റ്റാൻഡ് അടുത്തെത്തിയപ്പോൾ പുള്ളിക്കാരൻ എന്നെ വിളിച്ചു. ഞാൻ ഇല്ല, കുറവില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ ഇന്ന് വാന്ന് പറഞ്ഞു കുറേ നിർദ്ദേശിച്ച്. പുള്ളിക്കാരൻ പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, എന്താ ഇങ്ങോട്ടേക്ക് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ പറഞ്ഞു എൻ്റെ ഓട്ടോന് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് കാര്യങ്ങൾ എന്നോട് തൊട്ട് മുന്നേ ഒരാൾ 200 രൂപ ചോദിച്ചായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക്. അതായത് 2.4 കിലോമീറ്റർ സംതിങ് അത്രയേ ഉള്ളൂ. അതിന് ചോദിച്ചത് എന്നോട് 200 രൂപയാണ് ചോദിച്ചത്. അപ്പം അതുകൊണ്ടാണ് ഓട്ടോ വേണ്ടാന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. എന്നിട്ട് അപ്പോൾ പുള്ളിക്കാരൻ പറയുമെന്ന്, എന്നാൽ പിന്നെ റാപ്പിഡോ ബുക്ക് ചെയ്തോ. പുള്ളിക്കാരൻ പറയുന്നത് റാപ്പിഡോ ബുക്ക് ചെയ്തോളൂ. അപ്പോൾ ഇവർ രണ്ടുപേരുണ്ടായിരുന്നു, ഇവർ രണ്ടുപേരും ലിഫ്റ്റ് അടിച്ച് പോയി. സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ വന്നത്. അപ്പോൾ റാപ്പിഡോ ബുക്ക് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, റാപ്പിഡോ ഉള്ള നല്ല പൈസയാവും, ഞാനിങ്ങനെ ലിഫ്റ്റ് അടിച്ചിട്ടോ അല്ലെങ്കിൽ ഷെയർ ഓട്ടോന്ന് കയറി പോയിക്കോളാം പറഞ്ഞു. പുള്ളിക്കാരൻ നിർബന്ധിച്ച്. റാപ്പിഡോന് ചെറിയ പൈസയുള്ളൂ, 20 റുപ്പീസേ വരുള്ളൂ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ നിർബന്ധിച്ചു. എന്നിട്ട് റാപ്പിഡോ ബുക്ക് ചെയ്തു. റാപ്പിഡോ ബുക്ക് ചെയ്ത് ആദ്യത്തെ ഓർഡർ വന്നപ്പം അവർ തമിഴൊക്കെ മനസ്സിലാവും. ഓട്ടോക്കാരനെ കൊടുത്തു, അവരെന്നെ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ മറ്റേ ആളെന്തോ വന്നിട്ടില്ല, അവർ എന്താണെന്നല്ല, എനിക്കൊന്ന് പുള്ളിക്കാരന് ഈ പ്രോബ്ലം ആദ്യം മനസ്സിലാകണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം രണ്ടാമത് ഞാൻ നടക്കാൻ പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്തു. അപ്പോൾ കിട്ടി. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എത്തിയപ്പോൾ, അതായത് അവരെത്തിയ സമയത്ത് ഞാൻ താങ്ക്സ് എല്ലാം പറഞ്ഞ് ഞാൻ ബൈക്കിൽ കയറുമ്പോഴത്തേക്കുണ്ട് ഇവർ ഈ ഓട്ടോക്കാരന് വേറെ ചങ്ങായി വന്നിട്ട് ഈ റാപ്പിഡോ ബൈക്ക് സ്കൂട്ടിക്കാരൻ്റെ ചാവി കൊടുക്കുന്നു. ചാവി ഇട്ടിട്ട് പിന്നെ അവരോട് ഭയങ്കര, ചെറിയൊരു ചെക്കനായിരുന്നു, അവനോട് എന്തിനാണ് നീ റാപ്പിഡോ ഓടുന്നത്, നമ്മളിവിടെ ഓട്ടോ ഓടുന്നില്ലേ, പിന്നെ നിങ്ങളെന്തിനാണ് ഓടുന്നത്, നിങ്ങൾക്ക് ഈ 27 രൂപയാണ് റാപ്പിഡോന് അവർ കാണിച്ചിരിക്കുന്നത്, ഇതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിനക്ക് ഇതുകൊണ്ട് എന്ത് ജീവിക്കാൻ പറ്റും, ഞങ്ങൾക്ക് ഈ ഓട്ടോന് എത്ര ചിലവുണ്ടെന്ന് അറിയുമെന്ന് പറഞ്ഞ് ഫുള്ള് പുള്ളിക്കാരൻ്റെ. എന്നിട്ട് ഞാനിങ്ങനെ അവരോട് വിടാൻ വേണ്ടി പറയാൻ പുള്ളിക്കാരൻ നിങ്ങ പോങ്ക തമ്പി, നിങ്ങ പോങ്ക എന്ന് പറഞ്ഞു, എല്ലാവരും ഓട്ടോയിൽ പോങ്ക എന്ന് പറഞ്ഞു. ഒരുമാതിരി ക്രിമിനൽസിൻ്റെ പെരുമാറ്റമായിരുന്നു. ഞാൻ എൻ്റെ മുന്നിൽ. അപ്പോൾ എനിക്കും ഒരു കാരണം ഞാൻ വിളിച്ചിട്ട് വന്ന പുള്ളിക്കാരനല്ലേ, അപ്പോൾ എനിക്കും ഒരു ഭയങ്കര ഇത്. പക്ഷേ ഇവരെ ഭയങ്കര റോങ് ആയിരുന്നു. അവിടെ 2 പേരുണ്ട്, പിന്നെ ഓട്ടോക്കാരിങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മുന്നിൽ കുറച്ച് ഇതുണ്ടായിരുന്നു, മീൻസ് ഒരു ജംഗ്ഷനിൽ ഒരു ട്രാഫിക് പോലീസുകാരുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ ഇതിനെ പാസ് ചെയ്തിട്ട് ഒരു എന്തോ മിനിസ്റ്റർമാരെ ഏതോ വണ്ടിയൊക്കെ പാസ് ചെയ്യുന്നുണ്ട് ഈ സംഭവം നടക്കുന്നതിന് മുന്നിൽ കൂടെ തന്നെ. അപ്പോൾ ആ ഒരു ജംഗ്ഷൻ്റെ അവിടെ ഒരു ട്രാഫിക് പോലീസുകാരുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ ഡയറക്ഷനായിരുന്നു നടക്കേണ്ടത്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് നടന്നിട്ട് ആ ട്രാഫിക് പോലീസുകാരനോട് ഞാൻ പറഞ്ഞു, അയ്യോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഞങ്ങൾ ഇടപെട്ട അവർക്കും പ്രശ്നമെന്ന് പറയുന്നത്. അത് പുള്ളിക്കാരൻ എന്നോട് ലിറ്ററലി പറഞ്ഞ കാര്യം, ഞാനിപ്പോൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ നെഞ്ചത്തേക്കും ചാടിക്കയറുന്നതാണ് ഒരു പോലീസുകാരൻ പറയുന്ന കാര്യം. ഇത്
അപ്പോഴും ആ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായില്ല. ഞാനും ചെയ്തിട്ടില്ല, പുള്ളിക്കാരനും ചെയ്തിട്ടില്ല. ഞാനവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് പുള്ളിക്കാരൻ പോകുന്ന കണ്ടു. അവിടെ നിന്ന് പോകുന്ന കണ്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞാൻ പുള്ളിക്കാരൻ എന്നെ വിളിച്ച നമ്പറുണ്ട്, ഞാൻ തിരിച്ച് വിളിച്ചു. എന്നിട്ട് പുള്ളിക്കാരനോട് പറഞ്ഞു. എന്നിട്ട് കുറച്ചും കൂടി മുന്നിൽ പോയി അവിടെ നിന്നാണ് കയറി വന്നത്. പുള്ളിക്കാരൻ ഇത് ആദ്യത്തെ അനുഭവം പോലും. അപ്പോൾ ഇവർ ഈ ഫോണിൽ ഈ ഓട്ടോക്കാർ ഫോണിൽ ഫോട്ടോസ് കാണിക്കുന്നുണ്ട്, കുറേ സ്ഥലത്ത് ഇങ്ങനെ ഇറക്കി വിട്ടു, മീൻസ് ഇങ്ങനെ ഇതേപോലെ തന്നെ റാപ്പിഡോ ബൈക്സിനെതിരെ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ഏത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ആ റാപ്പിഡോ ഓട്ടോ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാക്കിയില്ല നമ്മളെപ്പോലെയില്ല ടൂറിസ്റ്റുകളല്ല. ഇപ്പം ഇത്രയും പോണ്ടിച്ചേരിനെ പറ്റി ഇതുവരെ ഞങ്ങൾ നല്ലത് മാത്രമേ പറഞ്ഞേ. ഇത്രയും പറഞ്ഞ് അവസാനം ഒരു ഓട്ടോക്കാരൻ കാരണം അത് മൊത്തം നെഗറ്റീവായില്ലേ. ഞങ്ങളങ്ങനെ പോണ്ടിച്ചേരി ക്ലോക്ക് റൂമിൽ ലഗേജ് വെച്ചു. അവിടെ നല്ല ഫോർമാലിറ്റീസാണ്. നമ്മൾ ഇതുവരെ കണ്ട ക്ലോക്ക് റൂം പോലെയൊന്നുമല്ല. അവിടെ ലഗേജ് ലോക്കായിരിക്കണം, നമ്മളെ ആധാർ കാർഡ് വേണം, ടിക്കറ്റ് നമ്പർ വേണം. അപ്പോൾ ഇത്രയും ഫോർമാലിറ്റീസ് അവിടെയുണ്ട്. അത് ഞങ്ങളുടെ ബാഗ് ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക്. കാരണം 3-4 സൈഡ് ഓപ്പണിംഗ് ഒക്കെ ഒരു ജസ്റ്റ് ഒരു പൂട്ട് വാങ്ങി തീരിനെ അവർക്കൊരു പൂട്ട് വേണമെന്ന് അങ്ങനെ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അത് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി നമ്മളെയാണെന്ന് അവർ പറയുന്നുണ്ട്. അത് ശരിക്കും പാർസൽ ഓഫീസാണ്, അവർ ക്ലോക്ക് റൂം കൂടി നടത്തുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ റിട്ടയറിംഗ് റൂം മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുവാണ്, അത് ഓപ്പൺ അല്ല. അത് പിന്നെ ഇന്ന് നൈറ്റ് ഇവിടുത്തെ ബീച്ചിലൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ലഗേജിൻ്റെ കാര്യം എന്തെങ്കിലും ഒരു തീരുമാനമാണ്. ലഗേജാണ് നമ്മുടെ ഡിന്നർ. നൂഡിൽസ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, 90 റുപ്പീസാണ്. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഫുഡ് കഴിച്ചു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ്. ഇനി ഇവിടുന്ന് നമ്മളൊരു ബീച്ചിലേക്ക് നൈറ്റ്, ഏത് ബീച്ചാണെന്നില്ല, ഒന്ന് വൈബാവാൻ വേണ്ടിയിട്ട് നൈറ്റ് ഏതെങ്കിലും ഒരു ബീച്ച്, നാളെ 2 സ്പോട്ട്, എന്നിട്ട് നാളെ എങ്ങനെ പോകുന്നുള്ള കാര്യം ഇതുവരെ തീരുമാനമായി. അപ്പോൾ ട്രിപ്പിൽ നമുക്ക് കുറേ മിസ്റ്റേക്സ് പറ്റും, കുറേ കാര്യങ്ങൾ നമുക്ക് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പഠിക്കാൻ പറ്റും. അതിൽ പഠിക്കാൻ പറ്റിയൊരു സംഭവമാണ് നമ്മളെ ലഗേജിൻ്റെ കാര്യം. ലഗേജ് കുറക്കണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിന് വേണ്ട കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് മുകളിലേക്ക്, അതായത് നോർത്തിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പക്ഷെ അത് ഞങ്ങൾ ഇപ്പോഴേ ക്യാരി ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് സ്ട്രഗിളാണ് അതും എടുത്ത് നടക്കുന്നത്. അപ്പം ഞങ്ങൾ എന്നും കൂടി ബാഗ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അതിപ്പോൾ നാളെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഗൈസ്. അപ്പം ബീച്ച് എത്തി, ഇവിടെ വൈബായിക്കൊണ്ട് നിൽക്കുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ കുറച്ചേ ഉണ്ടാവുമല്ലോ എന്നറിയാം. ഞങ്ങൾ ട്രിപ്പ് കുറച്ച് സ്ലോ ആക്കാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം എന്താ പറയുക, കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ. അതുകൊണ്ട് ട്രിപ്പിൻ്റെ ഫ്ലോ കുറച്ച് സ്ലോ ആക്കുവാണ് ഇന്നത്തെ. അതുകൊണ്ട് വീഡിയോൻ്റെ ലെങ്ത്തും കുറച്ച് കുറയും. എന്തായാലും ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുമെന്ന്. ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ഫ്രം സഹയാത്രികർ.